ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ബാൾഡ് ആൻഡ് ബിയർഡ് വ്ളോഗ്സ്. അത് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എന്റെ കൂടെ റിയാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഒരാളും കൂടി ഉണ്ട്. അതാണ് നിങ്ങൾ തംബ്നെയിൽ കണ്ടത്. സോ ഇനി മുതൽ അങ്ങോട്ട് ഉണ്ടാവുമെന്ന് അറിയില്ല, പക്ഷെ ഈ വീഡിയോയിലുണ്ട്. എനിവേ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. വാ. ഹായ് ഗായ്സ്, അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ്. ഇനി എല്ലാ വീഡിയോയിലും ഉണ്ടാവുമെന്ന് അറിയില്ല. നമ്മൾ കുറച്ച് ടെസ്റ്റുകൾ ചെയ്യാനുണ്ട്. ആ ടെസ്റ്റുകൾ പാസ്സായാലും മേ ബി ഉണ്ടാവാതിരിക്കാം. എനിവേ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കപ്പിൾ റിയാക്ഷൻ ആണ്. സോ വെൽക്കം ബാക്ക് ടു ബാൾഡ് ആൻഡ് ബിയർഡ്സ് ആൻഡ് വെൽക്കം ടു ബാൾഡ് ആൻഡ് ബിയർഡ്. താങ്ക് യു. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ എന്തെന്ന് അറിയാം, മനസ്സിലായോ? അപ്പൊ നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത് കേരള സ്റ്റോറി എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. കണ്ടില്ല? ഒച്ചത്തിൽ പറ. ഓക്കെ, ഇത് ഒച്ചത്തിൽ പറയണം. ഒച്ചത്തിൽ പറഞ്ഞത് കേൾക്കും. ഓക്കെ, അത് എന്തിനു ഇഷ്ടപ്പെട്ടോ സിനിമ? അത് എനിക്ക് ഇഷ്ടമായിട്ടില്ല. ഓക്കെ, അപ്പൊ ഇതിപ്പോ ആക്ച്വലി ഞാൻ തിയേറ്ററിൽ പോയിട്ട് കണ്ടാണ് സംഭവം. പക്ഷെ തിയേറ്ററിൽ പോയി കണ്ടെന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ്, എന്താണ് എടുത്തു വെച്ചിരിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് കണ്ടതാണ്. പിന്നെ അന്ന് ആ ടൈമിൽ ഒരു ട്രെയിൻ, ആക്ച്വലി ഒരു 12 മണിക്കായിരുന്നു ട്രെയിൻ. അപ്പൊ ടൈം ഉണ്ടായി, അടുത്തൊരു തിയേറ്ററിൽ ഈ സിനിമയെ ഉള്ളു. എന്നാ പിന്നെ അങ്ങനെ കയറി കണ്ടതാണ്. എന്തായാലും പേരെന്തായാലും എന്തുണ്ണികൃഷ്ണൻ, എന്തൊരു ഉണ്ണികൃഷ്ണൻ അല്ലേ പേര്? മുല്ലപ്പൂ, ഫുൾ ടൈം മുല്ലപ്പൂ, രാത്രി 24 മണിക്കൂർ മുല്ലപ്പൂലാണ്. സോ അതിന്റെ ഒരു അടിപൊളി റോസ്റ്റിംഗ് സംഭവം നമ്മൾ റോസ്റ്റ് റീലോഡ് എന്ന് പറഞ്ഞൊരു മൂപ്പരെ മൂവി റിവ്യൂസ് ഉണ്ട്, 2 ചാനൽ ഉണ്ട് മൂപ്പർക്ക്. അപ്പൊ അതിലൊരു വീഡിയോ നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് സീ ദ വീഡിയോ അല്ലെ, വീഡിയോയിലേക്ക് പോകാം അല്ലെ? ഓക്കെ, അപ്പൊ അതിന്റെ പേര് എന്ന് പറഞ്ഞാൽ കൊണച്ച സ്റ്റോറി എന്നാണ്. കൊണച്ച സ്റ്റോറി, നോട്ട് എ റിവ്യൂ, ഇറ്റ്സ് എ റോസ്റ്റ് വീഡിയോ. ഓക്കെ, കേരള സ്റ്റോറിന്റെ റോസ്റ്റ് വീഡിയോ ആണ്. സോ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, ലെറ്റ്സ് സ്റ്റാർട്ട് ഹിയർ. ഡിസ്ക്ലെയിമർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. മൾട്ടിവേഴ്സിലെ എർത്ത് 1057 അവിടുത്തെ ഏതോ ഒരു കേരളത്തിൽ നടക്കുന്ന കഥയാണ് ദി കോണ. കേരളത്തിലെ പെമ്പിള്ളേര് മൊത്തം മതം മാറ്റി സിറിയയിലേക്ക് നാട് കടത്തുന്നു എന്നതാണ് ഈ സിനിമയുടെ പ്രധാന കഥ. പ്രൊപ്പഗൻഡ ആണെങ്കിലും പൊട്ടന്മാരെങ്കിലും വിശ്വസിക്കണം പോലെ എടുത്തില്ലെങ്കിൽ ഇതേപോലത്തെ അവരാധപ്പടാവും. ഏതോ ഒരു അഫ്ഗാൻ ബോർഡറിൽ വിശ്വരൂപത്തിന് -360p കാണിച്ചുകൊണ്ടാണ് ഈ പടം തുടങ്ങുന്നത് തന്നെ. നാട് കടത്തപ്പെട്ട പെൺകുട്ടി തന്റെ കഥ അവരോട് പറയുകയാണ്. I'm Shalini Unnikrishnan. मैं केरला इंडिया से रहने वाली हूँ. And sir, I was trapped. I was brainwashed, sir. हमें रक्का जाना था to serve Khalifa. ആരി മിയ ഖലീഫെ. ഇതൊക്കെ ഇവിടെ നടക്കുന്ന സമയത്ത് വേറെ ഏതൊരു ഊളാ അവിടെ ഏതൊരു പൈച്ചാട്ടൊക്കെ വെച്ചിട്ട് ടൈപ്പ് ചെയ്യുന്നത്. പുറത്ത് ഗൂഗിളിൽ നിർത്ത ഏതൊരു ഗൂഗിൾ മാപ്പ് എന്താ കാണിക്കുന്നത്. പിന്നെയാണ് ആ കൊടൂര ഫ്ലാഷ് ബാക്ക്. എന്റെ കേരളം എത്ര സുന്ദരം. ഫ്ലാഷ് ബാക്കിൽ നേരെ പഴയ ഏഷ്യാനെറ്റിന്റെ പരസ്യമാണ് ആദ്യം തന്നെ. മുല്ലപ്പൂ അത് വിട്ട് കളിയില്ല. ഒരു മലയാളി പെൺകുട്ടി. കേരളത്തിലെ എല്ലാ പെൺപിള്ളേരും ഇമാരി കൊണച്ച രീതിയിലുള്ള ഒരു മുടിയും കെട്ടി മുല്ലപ്പൂ ഒരു സെറ്റ് സാരി കൊടുത്ത് നാട് തന്നെ നടക്കലാണെന്നാണ് ഈ ബംഗാളികളുടെ വിചാരം. ഇത് ഇങ്ങനൊന്നും അല്ലടേ. മിസ് പോത്തോ, താങ്കളൊന്ന് മനസ്സ് വെച്ചാൽ ഈ അപരാധം നോക്ക് ഇവിടെ നിർത്താം. ഇതെന്താ പ്രാന്തോ? അവള് കിടന്ന് എന്തൊക്കെയോ കാണിക്കുന്നു. പച്ച പൊതിച്ച പാടങ്ങൾക്ക് നടുവിലൂടെ പാവാടയും പൊക്കി പിടിച്ച് ലേഡി ബീഡിലൂടെ വരുന്ന തനി നാടൻ പെൺകുട്ടി. സഞ്ചാരം ഓൺ എർത്ത് 1057. ഈ ആഴ്ചത്തെ ഈ വർഷം വാങ്ങുന്നവർക്ക് 3 ചാണക സീഡുകളും ക്രിയേറ്ററോ. ഈ കുരിപ്പിന്റെ വീട് തിരുവനന്തപുരത്താണ്. വീട്ടിലൊരു അമ്മയും അമ്മൂമ്മയുണ്ട്. പക്ഷെ ഫുൾ ടൈം ഹിന്ദിയിലേ സംസാരിക്കുള്ളൂ. എർത്ത് 1057 അങ്ങനെ ആയിരിക്കും. हॉस्टल बॉल है, शॉपिंग करना बाकी था जाने के पहले उसको चक्का वर्तद और उन्नीयപ്പം खाना है. കേരളത്തിലെ എല്ലാ വീട്ടിലും ഒരു കഥകളിയുടെ പിക്ചർ മസ്റ്റാണ്. പോരാ തന്നെ എല്ലാ മലയാളികളും ദിവസം ഇലയിലാണല്ലോ ഉണ്ണ. എന്നിട്ട് ആ കുരിപ്പ് നേരെ കാസർഗോഡ് നഴ്സിംഗ് പഠിക്കാൻ പോകും. എന്തോ ഓട്ടോയുടെ നമ്പർ പ്ലേറ്റ് തുപ്പൽ വെച്ച് ഒട്ടിച്ചിരിക്കും. ഫുള്ള് ഭീകരത, അട്ടർ. പക്ഷെ ഈ പടത്തിലെ തന്നെ ഏറ്റവും വിറ്റുള്ള ഹോസ്റ്റൽ റൂമാണ്. 4 മലയാളി പെൺകുട്ടികളും, ഒന്ന് തിരുവനന്തപുരം, ഒന്ന് കോട്ടയം, കൊച്ചി, മലപ്പുറം. പക്ഷെ 4 കൂടി എപ്പ കൂടിയോ ഇവര് ഹിന്ദിയിലെ കൊണയ്ക്കും. കാസർഗോഡ് എന്നല്ല, ഏത് പണ്ടോരഗ്രഹത്തിൽ കൊണ്ടിട്ടാലും 4 മലയാളികൾ ഒരു റൂമിൽ കൂടിയാ മലയാളം അല്ലാണ്ട് പറയില്ല. ഈ പൊട്ടന്മാർക്ക് അറിയോ? പെമ്പിള്ളാരാണെങ്കിൽ പിന്നെ പറയേ വേണ്ട. പിന്നെ പോരാത്തന്നെ ഈ കൊണച്ച പടത്തിൽ ഇവർ ഇടക്കൊക്കെ പറയുന്ന മലയാളം അത് മലയാളം. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് കൊണയാളം. എന്തൊരു
Mandi. I'm so stupid. I'm Shalini Unnikrishnan. ഐ എം ശാലിനി ഉണ്ണികൃഷ്ണൻ. കണ്ട കൊണയാളം കൊണയാളം. I'm Shalini Unnikrishnan, Thiruvananthapuram. ഫ്രം തിരുവനന്തപുരം. ഒന്നുകൂടി പറയും. I'm Shalini Unnikrishnan, Thiruvananthapuram. തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരു മലയാളി മങ്ക ഇനി കോട്ടയാവാം. കോട്ടയ സൈഡാണെങ്കിൽ പെമ്പിള്ളേർ കുറച്ച് മോഡേൺ ആണല്ലോ. I'm Neema Matthews. I'm from Kottayam. We have an old saying about you guys, huh? എനിക്ക് അറിയാം कि एक साउथनर और एक कोबरा देखे तो पहले साउथनर को मारो. ഇതേത് ഭാഷ? എന്താണ് ഒന്നുകൂടി പറയും. कि एक साउथनर और एक कोबरा देखे तो पहले साउथनर को मारो. कि एक साउथनर और एक कोबरा देखे तो पहले साउथनर को मारो. ആ എന്തോ അത് ഡീകോഡ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് വേറെ വല്ല പടവും കാണാം. ഇനി കൊച്ചിക്കാരി കുറച്ചും കൂടി മോഡേൺ ആണ്. By the way, I am from Kochi. Middle of the way होने का कुछ तो फायदा होता है. പിന്നെ തട്ടിട്ടവരൊക്കെ ഒന്നുകിൽ മലപ്പുറം അല്ലെങ്കിൽ കോഴിക്കോട്. Let me guess, Malappuram or Kozhikode? Malappuram. ശബാഷ്. വേറെ എവിടെയും തട്ടുന്ന ആൾക്കാരില്ല. അച്ചാടാ. അത്ര ബോറിംഗ് ലൈഫ് ഒന്നും അല്ലാണ്ട്. അയ്യാ. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഓൾറെഡി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പല വെറൈറ്റി ഓഫ് മലയാളം ഉണ്ട്. പക്ഷെ ഈ സിനിമയിലൂടെ നമുക്ക് പുതിയൊരു ടൈപ്പ് മലയാളം കിട്ടിയിരിക്കുകയാണ്. കൊണയാളം. എന്ത് വിഷം വെക്കണ്ടാന്നോ? ഓ വിഷം വെക്കണ്ടാന്ന്. ഓക്കെ, അത് കഴിഞ്ഞാണ് ഇവരുടെ ഓറിയന്റേഷൻ. നഴ്സിംഗ് is a matter of humanity. സേവനത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് നഴ്സിംഗ്. ഇതിപ്പോ വന്ന് പഞ്ചായത്തിലുള്ള എല്ലാവരും കൊണയാളാണ്. കഹി നാച്ചുറൽ കലാമിറ്റി ഹേ യാ വാർ സിറ്റുവേഷൻ ഹേ. അവിടെ ഹിന്ദി ഞാനുണ്ടല്ലോ. സംഭവം ഈ പെമ്പിള്ളേരെ വന്ന ഉടനെ തന്നെ കുറെ പേര് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഇവരാണെങ്കിൽ കൂടെ നിന്ന് ചതിക്കുക ആ മലപ്പുറം കാര്യം. ഓക്കെ, ഈ ചാണകപ്പടം എന്താണ് പറഞ്ഞു വരുന്നത് നമുക്ക് ഓൾറെഡി മനസ്സിലായി. പക്ഷെ അതൊക്കെ പിന്നെയും പൊട്ടത് വെക്കും. ഇവരുടെ കൊണയാളാണ് പറ്റാത്തത്. കത്രീന കാഫിന്റെ കുറച്ച് ചായ ഉണ്ടല്ലേ? കത്രീന കൈഫിന്റെ കൊണയാളം ഈസ് അൺസഹിക്കബിൾ. അപ്പോഴാണ് മലപ്പുറംകാർ ഇവരെ ട്രാപ്പിൽ വീഴ്ത്താൻ തുടങ്ങുന്നത്. അവൾ ഇവരെ വശീകരിച്ച് ഏതൊരു പബ്ബിലൊക്കെ കൊണ്ടുപോകും. എന്നിട്ട് വേറെ കുറെ പേരെ പരിചയപ്പെടുത്തി കൊടുക്കും. അതിന്റെ ഇടയിൽ പബ്ബിലൊരു പാട്ടൊക്കെ ഉണ്ട്. ഏത് പബ്ബിലടാ നാടൻ പാട്ട് ഇടുക. മാനം കെട്ടവനെ. എന്നിട്ട് അവരൊരു ഷോപ്പിംഗ് മാളിൽ പോകും. അവിടെ മറ്റവള് സെറ്റ് ചെയ്ത് വെച്ച കുറവന്മാര് വന്ന് ഇവരെ ആക്രമിക്കും. പെമ്പിളേരെ വെറുതെ നോക്കി നിന്നാ പോലീസ് പിടിക്കുന്ന നാടാണത്. അവിടെയാണ് ഇമ്മാരി അപരാധം. ഇത് കേരള. ഓ ഐ ഫോർഗോട്ട് ദിസ് ഈസ് കേരളം ഇൻ 1057. എന്നെ കയറി പിടിച്ചു ഏതെങ്കിലും ഒരു പെമ്പിളേര് പറഞ്ഞാലടക്കം അതൊന്നും അന്വേഷിക്കാൻ പോലും സമയമില്ലാതെ പോക്സോ കേസ് ചുമത്തുന്ന സാടാണ്. അവിടെയാണ് ഇത്രയും വലിയ ഷോപ്പിംഗ് മാളില് വെറുതെ എന്തിനാണ് നമ്മളത് പറഞ്ഞ സമയം കളയുന്നത്? അവരെ നിങ്ങൾ ആസ്വദിക്കും. അപ്പൊ അവരുടെ ലെവല് പറയും തട്ട വിട്ടാ നിങ്ങൾ ആരും ആക്രമിക്കില്ല. ശബാഷ്. ഇങ്ങനെയാണ് മതം മാറ്റി. കുറെ പെമ്പിളേര് ഏതെങ്കിലും ഒരു പബ്ബിൽ പോകും. അത് കഴിഞ്ഞ് ഏതെങ്കിലും ഷോപ്പിംഗ് മാളിൽ പോകും. അവിടെ ആരെങ്കിലും ആക്രമിച്ചാൽ തട്ടിട്ടാ തൊടൂല. എഴുതുമ്പോ കുറച്ച് വൃത്തിക്ക് എഴുതണേ. എന്തോന്നാണ് എഴുതി വെച്ചിരിക്കണേ? അല്ല ഈ പടത്തിൽ ഈ പെമ്പിളേരൊക്കെ ചോറന്നല്ലേ തിന്നണം. എന്നിട്ട് അങ്ങനെ ട്രാപ്പിൽ പെടുത്താൻ വന്ന രണ്ട് ചെക്കന്മാര് ഇതിലെ രണ്ട് പെമ്പിളേരെ പ്രഗ്നന്റ് ആക്കും. പ്രഗ്നന്റ് ആവാതിരിക്കാൻ എന്ത് ചെയ്യണം, ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് പോലും അറിയാത്ത പാവം നേഴ്സിംഗ് പിള്ളേർ. അങ്ങനെ ഒരു ക്ലാസ്സിൽ കയറിയത് കാണിച്ചാലല്ലേ, അത് കാണിക്കാൻ അവർക്ക് സമയമില്ലല്ലോ. പിന്നെ എന്ത് കൊണയാണ് നിങ്ങൾ അവിടെ പഠിക്കാൻ പോയത്? എന്നിട്ട് അക്കൂട്ടത്തിൽ എടുത്തിട്ട് അവളെ ചതിക്കും. എന്നിട്ട് അവള് നേരെ സിറിയയ്ക്ക്. അതിന്റെ ഇടയിൽ വേറൊരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യും. വേറൊരുത്തെ കുറെ പേര് പീഡിപ്പിക്കും. ഇങ്ങനെ എല്ലാ വർഷം 50,000 മേലെ പെമ്പിള്ളേരാണ് കേരളത്തിൽ നിന്ന് നേരെ ISC ചേരണത് എന്നാണ് ഇതിന്റെ ഡയറക്ട് അക്കർ ഉദ്ദേശിക്കുന്നത്. മലയാളം പോലും അറിയാത്ത കൊണയാളം പറയണ ഇമ്മാരും മൊയന്തുകളൊക്കെ വെച്ചിട്ട് ഇജാതി അപരാധ സാധനങ്ങൾ പടച്ചു വിട്ടിട്ട് ആ പരിപ്പ് ഇവിടെ വേവിക്കാൻ നോക്കിയാൽ നടക്കൂല. അറ്റ്ലീസ്റ്റ് എടുക്കുമ്പോൾ കുറച്ച് വൃത്തിക്കെങ്കിലും എടുക്കണം. പോരാതെ അടിക്കണ വെയിൽ അണ്ടർവെയർ വരെ കരിഞ്ഞു പോകുന്ന ചൂടാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ. ഇതൊന്നും പോരാണ്ടാണ് സിറിയെ പോയിട്ട് ആടുജീവിതം കളിക്കേണ്ടത്. ഒക്കെ കഴിഞ്ഞിട്ട് ഇവരെ പെടുത്തിയ പെണ്ണ് പിന്നെ ഹോസ്റ്റലിൽ പോയിട്ട് അടുത്ത ആൾക്കാരെ പെടുത്തത്രേ. 7 കഴിഞ്ഞ വയസ്സായി ആ പാർട്ട തള്ളാക്കി. പിന്നെ അതിന് ആരാ ഹോസ്റ്റലിൽ കയറ്റി. പക്ഷെ എല്ലാം പോട്ടെ, ഇത് നമ്മുടെ നാടല്ല, ഇത് കേരളത്തിലല്ല നടക്കുന്നത് എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ ഇത് കണ്ട കുറെ പേരെ വിശ്വസിക്കുന്ന രീതിയിലാണ് ഇമ്മാര് സാധനങ്ങൾ ഇറക്കി വിട്ടിട്ടുള്ളത്. 20 കോടി മുടക്കി 300 കോടി കളക്ഷൻ കിട്ടിയത് തന്നെ അതിനുള്ള തെളിവാണ്. പക്ഷെ ഇമ്മാര് സാധനങ്ങളൊക്കെ പക്ക വിഷാണ്. വെറും വിഷമല്ല, കൊടും വിഷം. കൂടാതെ നിരാശാജനകമായ നീണ്ട രാത്രികളിൽ പാവങ്ങളുടെ ദൈവമായി VPN വരെ ബാനുള്ള നമ്മുടെ രാജ്യത്ത് ഇതൊക്കെ ബാൻ ചെയ്യണതിന് പകരം പ്രൊമോട്ട് ചെയ്യണ ഇന്ത്യൻ സെൻസർ ബോർഡിനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. ഇതിപ്പോ മുസ്ലിങ്ങൾ മുഴുവൻ തീവ്രവാദികളാണെന്ന് പറയുന്നവരല്ലേ? മുസ്ലിങ്ങൾ മുഴുവൻ തീവ്രവാദികളാണോ? എന്റെ അറിവിലല്ല. എന്താ അല്ലേ റോസ്റ്റ് എങ്ങനെയുണ്ട്? ഇങ്ങനെ വേണം റോസ്റ്റ് ചെയ്യാൻ. ഇങ്ങനെ വേണം റോസ്റ്റിംഗ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ നോക്ക്,
ശരിയാ, ഞാനത് നോക്കിപ്പോയി. അപ്പൊ ഇതന്നെ സംഭവം എന്ന് പറഞ്ഞാൽ റോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നല്ല വെന്ത് നല്ല പരുവത്തിലായിട്ടുള്ള റോസ്റ്റിംഗ് ആണ് ഇത് സംഭവം. ചിരിച്ച് അല്ല ഉപ്പാടളയി നന്നായിട്ട് കൊള്ളേണ്ടടുത്ത് എല്ലാവർക്കും കൊള്ളുകയും ചെയ്യുന്ന രീതിയിലാണ് റോസ്റ്റ് ചെയ്തിട്ടുള്ളത്. Roast ചെയ്ത്. അടിപൊളി. ഈ മൂപ്പർ അടിപൊളി ഈ റോസ്റ്റ് മൂപ്പർക്ക് 2 ചാനൽ, ഒന്ന് റിവ്യൂസ് ഉണ്ട്, ഒന്ന് റോസ്റ്റിംഗ് ചാനലുണ്ട്. ഈ റോസ്റ്റിംഗ് ചാനൽ ഞാൻ ഇനി ഒന്നും കൂടി ഉണ്ട്. വേറെ നമ്മളെ മൂപ്പരില്ലേ ബാലകൃഷ്ണൻ, ആ. ബാലകൃഷ്ണൊക്കെ ട്രോൾ ഉണ്ട്, റോസ്റ്റിംഗ് ഉണ്ട്. അയ്യോ ചിരിച്ച് ചാവും. സോ ഈ സംഭവം കേരള സ്റ്റോറി കണക്കന്നല്ല. അത് സംഭവം അത് ശരിയാണ്. ഇവര് പറഞ്ഞ കണക്ക് തന്നെ ഇത് എന്താ പറയാ, ഇത് നമ്മൾ കേരളത്തില് ആൾക്കാർ കണ്ട് ആ രീതിയിൽ എടുക്കുന്നതല്ല. നമ്മൾ കേരളത്തിന് പുറത്ത് ചിന്തിക്കുന്ന സമയത്ത് ഇപ്പൊ നോർത്തിലൊന്നും ഇങ്ങോട്ട് സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയില്ല എന്താണ് ശരിയാ. സംഭവം, കൾച്ചർ എങ്ങനെയാണ്. പക്ഷെ ഇങ്ങനത്തെ ഒരു സിനിമ അവിടെ പടച്ചു വിടുന്ന സമയത്ത് അവരെ മെന്റാലിറ്റി അല്ലെങ്കിൽ അവരെ ചിന്താഗതിക്ക് വരുന്നൊരു മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മളെ വളരെ ബാഡായിട്ട് ചിന്തിക്കും. കേരളം ഇങ്ങനെയാണ്, കേരളത്തിൽ ഇങ്ങനെയാണ് സംഭവിക്കുന്നതിനെ വെച്ച്. ഇങ്ങനത്തെ പടങ്ങൾ പടച്ചു വിടുന്നവരെ സമ്മതിക്കണം അല്ലേ. ഇത് ഏറ്റെടുക്കാൻ കുറെ ആൾക്കാരുണ്ടെന്നുള്ളത് അതിനപ്പുറത്തൊരു കാര്യം. വെരി സാഡ്. ബട്ട് അവർ അർഹിക്കുന്ന കാര്യം ഇത് തന്നെയാണ്, ഇത്തരത്തിലുള്ള റോസ്റ്റിംഗ്. എനിവേ സൂപ്പർ റോസ്റ്റിംഗ്. സോ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ. ബൈ ബൈ.